ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് ഡബിൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പോലെ ചെയിൻ സ്റ്റിച്ച് ത്രെഡ് എടുത്ത് ലോക്ക് സ്റ്റിച്ച് ഇട്ട് ചെയിൻ ചെയ്ത് പോവാം. ഡബിൾ ചെയിൻ സ്റ്റിച്ചിൽ തീരെ ചെറിയ ചെയിൻ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യരുത്. നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ലൈനിനോട് ചേർന്ന് തന്നെ ചെയിൻ സ്റ്റിച്ചിട്ട് ചെയ്തു പോകുന്നു. ഇവിടെ നമ്മൾ സാധാരണ പോലെ എൻഡിനോട്ടിട്ട് അവസാനിപ്പിക്കണം. എന്നിട്ട് ഇത് ഈ ചെയ്ത ചെയിനിനോട് ചേർന്ന് തന്നെ വേണം, ചെയിനിൻ്റെ ലെങ്ത്തും ഒരേ ലെങ്ത്തിലായിട്ട് വേണം നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ലോക്ക് സ്റ്റിച്ചിട്ട് ഇതിനോട് ഈ ലൈനിനോട് ചേർന്ന് തന്നെ ഒരേ ലെങ്ത്തിൽ നമ്മൾ ആദ്യം ചെയ്ത ചെയിനിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെ ചെയ്തു പോകണം. ഗ്യാപ്പ് വരാൻ പാടില്ല. നമ്മളിവിടെ എൻഡിനോട്ടിട്ട് അവസാനിപ്പിക്കണം. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ടാമത് നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ പോലെ തന്നെ ലോക്ക് സ്റ്റിച്ചിട്ട് ഇവിടെ നമ്മൾ എൻഡിനോട്ടിട്ട് അവസാനിപ്പിക്കുന്നില്ല. ഇതേപോലെ തന്നെ റിവേഴ്സിൽ തന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് ലോക്ക് സ്റ്റിച്ച് ഇടാം. ഒന്നല്ലെങ്കിൽ ഈ സൈഡിൽ കൂടി ചെയ്തു പോവാം, അല്ലെങ്കിൽ ഈ സൈഡിൽ കൂടി ചെയ്തു പോവാം. ഏത് സൈഡിലാണോ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ലോക്ക് സ്റ്റിച്ചിട്ട് നമ്മൾ സെയിം ലെങ്ത്തിൽ തന്നെ അതിനോട് ചേർന്ന് ചെയിൻ സ്റ്റിച്ചിട്ട് ചെയ്തു പോകണം. ഇങ്ങനെയാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ എൻഡിനോട്ടിട്ട് അവസാനിപ്പിക്കണം. ഇങ്ങനെയാണ് ഡബിൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ സെക്കൻഡ് മെത്തേഡ്. അപ്പോൾ ഡബിൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു.